ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാ, നമ്മളൊരു യാത്ര പറച്ചിൽ മോഡിലേക്ക് പോവാണ് കേട്ടോ. അതെ, ആൻഡമാനിൽ നിന്നുള്ള നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ്. ഇനിയിപ്പം ആൻഡമാനിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കേട്ടോ പ്രതീക്ഷ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ശമ്പൂട്ടിൻ്റെ സ്കൂളിൽ TC ഒക്കെ കൊടുത്ത് അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ബൈ പറഞ്ഞ് വരാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി തൊട്ട് സ്കൂളിൽ പോകുന്നില്ലല്ലോ, ഇവിടെ നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടേക്ക് സ്കൂളെല്ലാം ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശമ്പൂട്ടിന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഒരു ഫോക്കസ്ഡ് അല്ലാതിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാരണം പ്രജിക്കും ഓഫീസിലെ കുറച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മൾ സ്കൂളിൽ പോയിട്ട് അവൻ്റെ ബാക്കി അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. ടീച്ചറിനോടൊക്കെ ബൈ എല്ലാം പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വീട്ടിലിരിപ്പുണ്ട്. കാരണം വീട്ടിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. ഇവള് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ, നമ്മൾ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം ശമ്പൂട്ടിനൊരു 3.5 വയസ്സൊക്കെ ആയപ്പോഴാണല്ലോ ആൻഡമാനിലേക്ക് വന്നത്. 3.5-4 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ടോയ്സൊക്കെ ഇപ്പോഴും ആളുടെ കയ്യിലുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ തിരിച്ച് വരുമ്പോഴൊന്നും ആരും ടോയ്സ് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഫ്രണ്ട്സിനൊക്കെയോ മക്കൾക്കൊക്കെയോ കൊടുത്തിട്ടാണ് വരിക കേട്ടോ. അങ്ങനെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ കളിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ കളിച്ച ടോയ്സാണ് അതൊക്കെ. അപ്പം അതൊക്കെ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കളേഴ്സൊക്കെ കാണുന്ന പ്രായമാണല്ലോ. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മുട്ടിൽ വലിയാനുള്ള ശ്രമത്തിലൊക്കെ ആണ് ആള്. അപ്പോൾ ഇവിടെ വന്നാൽ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പൊതുവേ ഞാൻ അങ്ങനെ TV വെച്ച് കൊടുക്കാറില്ല. കാരണം പോരുമ്പോൾ TV അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് കാണാനൊക്കെ കുറച്ച് ഭയ്യ ഡ്യൂട്ടിക്ക് പോകുമ്പം അവൾക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പണിയൊക്കെ എടുക്കണമെങ്കിലും കുട്ടീനെ ഇരുത്തിയിട്ട് പോകണമല്ലോ. അപ്പം എന്തായാലും അവരിനി 1 വർഷം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ പുതിയ TV ഒന്നും മേടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ TV അവർക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാവുമ്പം കണക്ഷനും എല്ലാം ഉണ്ടല്ലോ, ജസ്റ്റ് വയറ് മാത്രം അപ്പുറത്തേക്ക് ഒന്ന് വലിച്ചെടുത്താൽ മതിയല്ലോ. ശരി, അപ്പോൾ ആളിവിടെ വന്ന് കുറേ നേരം കളിക്കാനൊക്കെ തുടങ്ങി. ശമ്പൂട്ടനും ആളുടെ കൂടെ ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി. ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇനി തൊട്ട് നമുക്ക് കുക്കിങ്ങും പരിപാടിയും ഒന്നുമില്ല. കുക്കിംഗ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഗ്യാസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചത്. കാരണം നമുക്ക് പോകുന്ന സ്ഥലത്തും വേണമല്ലോ, ചെല്ലുമ്പോൾ തന്നെ വേണമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ സ്ഥലത്ത് തന്നെ നമുക്ക് എപ്പോഴും ഫുഡൊക്കെ ആക്കിത്തരാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ലഞ്ചൊക്കെ ഫ്രണ്ട്സൊക്കെ തന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ സൂര്യചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാർവാറിൽ നിന്നുള്ള ഫ്രണ്ടാണ് സൂര്യചേട്ടനും. സൂര്യചേട്ടൻ്റെ കുറച്ച് കൂട്ടുകാരോടെ വരുന്നുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ചോറും കപ്പപ്പുഴുക്കും മോരേറിയും അതേപോലെ പൊറോട്ട പുറത്തുനിന്ന് മേടിച്ചു. പിന്നെ ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കി, പിന്നെ ചായയും കൂടെ ഉണ്ടാക്കി കേട്ടോ. കാരണം വൈകുന്നേര സമയത്താണ് അവർ വരുന്നത്. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ചിട്ട് ആ ദിവസം അവരോട് സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയി. അടുത്ത ദിവസമായപ്പോൾ നമുക്ക് കുറച്ച് ലെഫ്റ്റ് ഓവർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അരി, ഉഴുന്ന്, പയറ്, മുതിര, പിന്നെ നമ്മുടെ ചുവന്ന പരിപ്പ്, മുഴുവനുള്ള ചുവന്ന പരിപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് പ്രാവിനെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഇതെല്ലാം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സാധാരണ നമ്മൾ ട്രാൻസ്ഫർ ആകുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടുത്ത കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പിന് വരുന്ന ദീദിമാരുണ്ട്, അവർക്കൊക്കെ കൊടുക്കുകയോ ചെയ്യാം. ഇത് പക്ഷേ കൊടുക്കാനുള്ള അളവിനുണ്ടായില്ല, കുറച്ചേ എല്ലാം ഉണ്ടായുള്ളൂ. അപ്പം ഞാനത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇന്നാണ്, ഈ ഒരു ദിവസമാണ് നമ്മുടെ പാക്കേജസ് വന്ന് നമ്മുടെ സാധനമൊക്കെ മൂവ് ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ലേ, പാക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നെ എനിക്കത് അൺപാക്ക് ചെയ്യേണ്ട വന്നിരുന്നു സൂര്യചേട്ടൻ വരുമ്പോൾ ഫുഡൊക്കെ കൊടുക്കാനായിട്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. പാക്കേജസ് വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയ ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ എന്നിട്ടിനി നമുക്ക് 2 ദിവസം കൂടി ഉള്ളൂ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ പെട്ടികളെല്ലാം പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാം കുറച്ച് നേരത്തെ ആക്കി. കാരണം എന്താ പറയുക, പിന്നെ നമ്മളിനി എന്തെങ്കിലും മിസ്സായാലും തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കിച്ചണെല്ലാം അതേപോലെ കാലിയാക്കി. ഇറാക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല, വന്ന ആ സമയം തന്നെ മാറ്റിയതാണ്. ഇപ്പം അതെല്ലാം തിരിച്ചു വെച്ചു. കാരണം ചെക്കിങ്ങിന് ആൾ വരുമല്ലോ. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു. റൂമുകളെല്ലാം ക്ലീനാക്കി എല്ലാ സാധനങ്ങളും കാലിയാക്കി എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് കൊണ്ടു തന്നു കേട്ടോ. ഇത് നമ്മുടെ ഗോബി ആലുവിൻ്റെ ഒരു സബ്ജിയും അതേപോലെ റൊട്ടിയും പിന്നെ തൈര് കൊണ്ടുണ്ടാക്കിയ ഒരു എന്തോ ഒരു പറഞ്ഞു അവള്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ, നല്ല ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള ഒരു ലസ്സി ആണോ എന്ന് ചോദിച്ചാൽ ലസ്സി അല്ല, അതേപോലെ ഒരു നല്ലൊരു സാധനമായിരുന്നു കുടിക്കാനായിട്ട്. നമുക്കൊരു റിഫ്രഷിങ് ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുഞ്ഞിപ്പെണ്ണ് വന്നു. കുറേ നേരം അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു. കാരണം നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പ്രജി ആണെങ്കിലും അങ്ങനെ
ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. ശമ്പൂട്ടനാണെങ്കിലും അവൻ്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്തു. അപ്പം സ്കൂൾ ഐറ്റംസും ഡ്യൂട്ടിക്ക് പോകേണ്ട ഐറ്റംസും ഒക്കെ മാക്സിമം നമ്മൾ കയ്യിൽ തന്നെ വെച്ചു. നമ്മൾ വരുമ്പോൾ ഫ്ലൈറ്റിൽ കൊണ്ടുവരാനായിട്ട്. ബാക്കി ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ പാക്കേജസിൻ്റെ കൊടുത്തു വിട്ടു. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കാരണം നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് അറിയില്ലല്ലോ നമുക്ക് എത്തിക്കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ ശമ്പുക്കുട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഇരുന്ന് കളിച്ചു. ഞാൻ അവരോട് ഇരുന്ന് കുറേ നേരം കളിച്ചു കേട്ടോ. അപ്പം പിന്നെ ഇനി കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് കൊടുക്കണം. പിന്നെ എനിക്ക് കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ദീദിമാർക്ക് കൊടുത്തിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് അന്നേ ദിവസം കൊടുക്കാൻ പറ്റില്ലായിരുന്നു, പോകുന്ന ദിവസം. കാരണം ഞാൻ അവിടെ ഈ കുഞ്ഞാവയുടെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വന്നു അതെല്ലാം കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ അവരത് കാര്യമായിട്ട് കൊടുത്തു. ഒരു ലാസ്റ്റ് റൗണ്ടും കൂടെ നമ്മുടെ വീടിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ അടുത്തടുത്ത ആളുകൾ ഉടനെ തന്നെ നമ്മൾ ഇറങ്ങിയ നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത ആൾ വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ മാത്രം പ്രശ്നമാണെന്ന് തോന്നുന്നേ. നമുക്ക് കിട്ടുമ്പോഴും ഒരാൾ വൃത്തിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മളായിട്ടൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാതെ കയറി താമസിക്കുകയില്ല. ഇനി നമ്മൾ ഇട്ടിട്ട് പോരുമ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ഇട്ടിട്ടേ നമ്മൾ വരികയുള്ളൂ. അതാണല്ലേ. കാരണം ഞാനിപ്പം ഈ വീട് ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുന്ന, അതായത് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് അതിൻ്റെ ലാസ്റ്റ് പിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ആ ഒരു തിരക്കിൽ. അപ്പോൾ ആ വീട് അങ്ങനെ ക്ലീൻ ചെയ്ത് അപ്പം തന്നെ ഒരാൾ വന്നാലും നമുക്ക് സുഖമായിട്ട് ഒരു ക്ലീനിങ്ങും ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണേ. പക്ഷെ നമുക്കറിയില്ല ഇനി ആരാണ് വരാൻ പോകുന്നത്, എന്നാണ് വരാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. ഉടനെ തന്നെ വരും എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്കൊരു പരിചയമില്ല, നമ്മളെ കാണുന്നില്ല, നമ്മളെ ഒരിക്കലും അവർ ഫേസ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും അറിയാത്തൊരാൾക്കാണ് നമ്മുടെ ക്വാർട്ടറിൽ ഇനി താമസിക്കാൻ വരുന്നത്. എന്നിരുന്നാൽ പോലും അത്രയ്ക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് ഒരു പൊടിയോ ഒന്നും ഇല്ലാണ്ട് ഇത്രയും നാൾ ജീവിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി അടിപൊളിയായിട്ടാണ് കേട്ടോ ഞാൻ ആ വീട് ഇട്ട് കൊടുത്തിട്ട് വന്നത്. കാരണം നമുക്കൊരു ഉള്ളിലൊരിതല്ലേ, അവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ള രീതിയിൽ. പക്ഷേ 100% നമ്മൾ ട്രാൻസ്ഫർ ആവുന്നതിന് മുമ്പേ ഒരു മാസം മുമ്പേ ആ വീട് ക്ലീൻ ആക്കാത്ത ആൾക്കാരെയും എനിക്കറിയാം കേട്ടോ. എന്തായാലും നമ്മൾ പോവുമല്ലേ, വരുന്നവരെന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യുമല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തിനാ ഇത്ര പണിയെടുക്കുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും അതിനുശേഷം നമ്മൾ നേരെ പോയത് സജിനയുടെ വീട്ടിലേക്കാണ്. കാരണം ഇന്ന് ലഞ്ച് അവിടെ നിന്നായിരുന്നു. അപ്പം നമ്മൾ ഈ ട്രാൻസ്ഫർ പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഓഫ് നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സിനെ എല്ലാം പോയിട്ട് കാണുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്യും, നമുക്കൊരു നേരത്തെ ഫുഡ് തരും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകളൊക്കെ കൈമാറും. അങ്ങനെ ഒരു പരിപാടി പൊതുവെ എല്ലായിടത്തും നടക്കുമല്ലോ. അതേപോലെ നമ്മൾ ഫസ്റ്റ് സജിനയുടെ അടുത്താണ് കേട്ടോ പോയത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അച്ചുക്കുട്ടനാണെങ്കിൽ ശമ്പൂട്ടനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇവരുടെ ഒരു പെയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കളിക്കാൻ കിട്ടാത്ത കക്ഷികൾ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെയും ക്വാർട്ടർ കുറച്ച് 2 ഏരിയയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും കാണാൻ പറ്റാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ സജിന വീട്ടിലേക്ക് വന്നിട്ട് അച്ചുകുട്ടനെ കൊണ്ട് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുത്തി കളിപ്പിക്കുകയാണ് ചെയ്യുക. പ്രജി കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇവർക്ക് പുതിയൊരു ക്വാർട്ടർ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. മേ ബി ആദ്യമായിട്ടും ലാസ്റ്റ് ആയിട്ടും എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ എന്തായാലും ഇതാ അമ്മക്കുട്ടീനൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സജിന ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളോട് കുറച്ച് ലേറ്റ് ആയിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെന്നത്. കാരണം അറിയാമല്ലോ, ഇത്ര ഹെവി ആയിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് തീരെ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് നമ്മുടെ ഫ്രൈഡ് റൈസും അഫ്ഗാനി ചിക്കനും പപ്പടവും സാലഡും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയതാണ്. അവരവരുടേതായ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു എന്തായാലും നമ്മളോട് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരോടും ഒരുമിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര സന്തോഷമായി. ചില സമയം അവൾ അങ്ങനെ പെട്ടെന്ന് അടുക്കില്ല, പക്ഷെ ചില സമയം നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ സജിനയുടെ സ്പെഷ്യലായിട്ടുള്ള ക്രീമി അഫ്ഗാനി ചിക്കൻ ആയിരുന്നു. ശമ്പൂട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ശമ്പൂട്ടൻ തന്നെ അവളോട് അഭിപ്രായമൊക്കെ പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ, ചിക്കൻ അവന് കിട്ടേണ്ട പീസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്, എരിവുമില്ല, കംഫർട്ടായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എരിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ചുമന്ന കളർ കാണുമ്പോൾ ഒരു പേടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ എനിക്കൊരു കമ്പനി തായോ എന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ താഴെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അത് നമുക്കൊരു അവളെ ഇരുത്താനൊരു കംഫർട്ട് അതായിട്ട് തോന്നി. പക്ഷെ അവർ പിള്ളേരും അതേപോലെ പ്രജിയും ഹരിയേട്ടനും ഒക്കെ മുകളിലിരുന്ന് ഇങ്ങനെ കഴിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് ഇങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് സജിന കുറച്ച് തൈര് കൊണ്ട് തന്നു കേട്ടോ. കാരണം അവൾ ഓൾറെഡി അവളെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തൈരിനകത്തോട്ട് അങ്ങോട്ട് ഫേഷ്യൽ ആവുകയാണോ കുളിക്കുവാണോ എന്തെല്ലാം അറിയില്ല, കുറച്ചൊക്കെ വയറ്റിൽ പോയി. ബാക്കിയെല്ലാം ഞങ്ങളങ്ങ് ഫേഷ്യൽ ചെയ്തു.
പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കില്ലേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എപ്പോഴും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്കൊരാൾ ഫുഡ് വെച്ചുണ്ടാക്കി തരാൻ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനിക്കേണ്ട കാര്യമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, പക്ഷെ നമ്മളെ ഒരാൾ സ്നേഹത്തോടെ വിളിച്ച് ഫുഡ് തരിക എന്ന് പറയുന്നത് നമ്മളോടുള്ള കെയറിങ് കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അതിനുശേഷം അന്ന് വൈകിട്ട് നമ്മുടെ അരുണിമയുടെ വീട്ടിലായിരുന്നു കേട്ടോ നമുക്ക് ഡിന്നർ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് പല ദിവസത്തെയാണ് കേട്ടോ ഈ വീഡിയോസ് ഇന്ന് ഞാനിപ്പോൾ ഇടുന്നത്. കാരണം ഒറ്റ വീഡിയോയിൽ അങ്ങ് തീർക്കാമെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനും ഇങ്ങനെ പോയിരുന്നല്ലോ. അപ്പോൾ അത് ഓരോ വീഡിയോ ആയിട്ട് ഇടാനുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ് എല്ലാം കൂടി ഓരോ ഓർമ്മയായിട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ 2 പേരും എന്നെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നുണ്ട്. ഇവരെ അറിയാമല്ലോ അല്ലേ, ഇവർ സ്ഥിരം നമ്മുടെ വീഡിയോസിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ധ്വനി, ധ്രുവ, ദക്ഷ. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പിള്ളേർ നമ്മുടെ കൂടെ തന്നെ അങ്ങ് കയറി കേട്ടോ. അപ്പോൾ അവിടുന്ന് പ്രജി വീഡിയോ എടുക്കുന്നത് കുഞ്ഞിപ്പെണ്ണ് കണ്ടിട്ട് അവൾ വന്നിട്ട് കുറേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കൂലങ്കഷമായി ചിന്തിക്കുകയാണ് ഇവർ കാണുന്ന കാർട്ടൂണിൻ്റെ പേരെന്താണെന്ന്. എനിക്കറിയില്ല, നമ്മുടെ സമയത്തുള്ള പോലത്തെ കാർട്ടൂണൊന്നും അല്ലല്ലോ. ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട്സിൻ്റെ പേര് പറയുമ്പോൾ തന്നെ തലയിറങ്ങും. പക്ഷെ എത്ര സിമ്പിളായിട്ടാണല്ലോ ഇവർ പറയുന്നത്. പക്ഷെ നമ്മുടെ മായാവിനെയും കുട്ടൂസിനെയും ഡാഗിനെയും അമ്മയും പുട്ടാലു അമ്മാവിനെയും അല്ലെങ്കിൽ ഷേരുവിനെയും ഒന്നും ഇവർക്കറിയില്ല. സൂത്രനും ഷേരുവൊക്കെ ഇവർക്കറിയില്ല. പക്ഷേ ഈ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട്സും ശംഭുവിനെ സംബന്ധിച്ച് അതും വലിയ പിടുത്തമില്ല. എന്നാൽ പിന്നെ ഈ മായാവിയും കുട്ടൂസിനെ ഒന്നും പിടുത്തമില്ല. അവന് കുറച്ചും കൂടി ഒരു മാഷ ബിയർ അല്ലെങ്കിൽ ഡോറ അവരെയൊക്കെയാണ് കുറച്ചും കൂടി പരിചയം തോന്നും. പക്ഷേ ഇപ്പോൾ ഈ റീൽസൊക്കെ കണ്ട് ഞാൻ തന്നെ ഈ റീൽസ് കാണിച്ചു കൊടുത്തിട്ടാണ് അവന് കുറച്ചും കൂടെ ഇത് നമ്മുടെ ബലറീന കാപ്പുച്ചിനോനൊക്കെ പഠിച്ചത് അല്ലേ. എന്താണ് പേര്? അതൊക്കെ ഞാൻ തന്നെ കാണിച്ചു കൊടുത്തു. കാരണം ഈ റീൽസിലൊക്കെ കാണുമ്പോഴേ എത്ര പെട്ടെന്ന് ഇവർ പഠിക്കുന്നതെന്നൊന്നും അറിയണമല്ലോ എന്ന് എഴുതിയിട്ട് ഇപ്പം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം കേട്ടോ. അപ്പം നമ്മുടെ അരുണിമ നല്ല അടിപൊളി സോഫ്റ്റ് പൂ പോലത്തെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലപ്പം അല്ല, നമ്മുടെ അപ്പം ഇല്ലേ ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കുന്ന വെള്ളയപ്പം, അതും പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ അവൾ ചിക്കൻ കറി ആയിരുന്നു. പക്ഷേ മീൻ വറുത്തത് ഓൾറെഡി ഉച്ചക്കത്തെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഓരോ പീസ് അത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൾ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കുറുമയും മറ്റേ അഫ്ഗാനി ചിക്കനും ഒക്കെ കൂടെ ശമ്പൂട്ടന് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ഇവനെ വിചാരിച്ചിട്ടാണ് കേട്ടോ സത്യത്തിൽ എല്ലാവരും ഇങ്ങനെ എരിവില്ലാത്ത സാധനം ഉണ്ടാക്കുന്നത്. ശരിക്കും അപ്പത്തിൻ്റെ കൂടെ ചിക്കൻ റോസ്റ്റൊക്കെയാണ് പൊതുവെ എല്ലാവരും ഉണ്ടാക്കുക. പക്ഷേ നമുക്ക് എല്ലാവർക്കും കുഞ്ഞു മക്കളുള്ളവരായതുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയ വരും, അയ്യോ കുഞ്ഞുങ്ങൾ കഴിക്കില്ലല്ലോ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും കഴിക്കില്ല, ഇനി വരാൻ പോകുന്ന കുട്ടിയും കഴിക്കില്ലല്ലോ അങ്ങനെ. അപ്പോൾ അവർ അരുണിമ എനിക്കും ഗിഫ്റ്റ് തന്നു, ദച്ചൂട്ടി ശമ്പൂട്ടനും ഗിഫ്റ്റ് കൊടുത്തു, ഞാൻ അവർക്കും ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോരാൻ നേരം അവിടെ അലമ്പ് തുടങ്ങി എൻ്റെ കൂടെ വരാനായിട്ട് ഒരാൾ കുഴപ്പമൊന്നുമില്ല, വയ്യൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു. കാരണം നമ്മൾ അടുത്ത ദിവസം പോകുമ്പോഴത്തേക്ക് ഇവർക്ക് വരാൻ പറ്റില്ല നമ്മുടെ വീട്ടിലേക്ക്. കാരണം നമ്മൾ രാവിലത്തെ ഫ്ലൈറ്റിനാണല്ലോ പോകുന്നത്. അപ്പോൾ അധികം കരയിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അരുണിമ കൊടുത്ത ഗിഫ്റ്റ് എല്ലാം ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം തുറന്ന് അതിനകത്ത് എന്താണെന്ന് നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് സയൻസ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കിറ്റ് അവൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശമ്പൂട്ടിന് വേണ്ടിയിട്ട്. ഇവൻ ഈ വക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനകത്ത് കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബുക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ആ ബുക്കിലെ ഓരോ പേജസ് നോക്കി നമുക്ക് ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അപ്പം ശമ്പൂട്ടിന് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഇളക്കാനും കുഴയ്ക്കാനും ഒക്കെ കിട്ടുമ്പം കുട്ടികൾക്ക് സന്തോഷമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും കുറച്ചും കൂടി പണിയൊക്കെ ബാക്കിയുണ്ട്, നിങ്ങൾ അച്ഛനും മോനും കൂടി ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശമ്പൂട്ടനാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ ഇത് കാണാം അത് കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ശരി സമയം പോകുന്ന പിന്നെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നിട്ട് ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കത് പാക്ക് ചെയ്തെടുക്കാം, നമുക്ക് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം നല്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ശമ്പൂട്ടൻ അപ്പം തന്നെ തുറക്കണം, അപ്പം തന്നെ. കാരണം അരുണിമ പറഞ്ഞിരുന്നു ഇത് ശമ്പൂട്ടന് സ്പെഷ്യലായിട്ടുള്ളതാണെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേക്കായിട്ടുള്ള സ്നോ ഉണ്ടാക്കി അതിനകത്തൊരു കുറേ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ. സമയമെടുത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേറെ ഒന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം നമ്മൾ എക്സ്ട്രാ എടുത്താൽ മതി, ബാക്കി എല്ലാ സാധനവും അതിനകത്തുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു അത്.
അപ്പം അതിനുശേഷം അങ്ങനെ പോയി. അടുത്ത ദിവസവും ഇതേപോലെ ഡേ ടൈമൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഒഫീഷ്യൽ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. കാരണം ഇനി ഇവിടുത്തെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പം മുരുകനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇത്രയും ദിവസം ഞങ്ങളെ ഇവിടെ സേഫായിട്ട് വെച്ചേക്കുന്നതിന് നന്ദിയൊക്കെ പറഞ്ഞ് ഇനി പോകുന്നിടത്തും ഇതുപോലെ ഒരു മുരുകൻ്റെ അമ്പലം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഇപ്പോഴാണ് കുറച്ചും കൂടി മുരുകൻ എന്നൊരു, ഞാൻ വളർന്നതും ജീവിച്ചതും ഒക്കെ സാഹചര്യം അങ്ങനെയാണ് എൻ്റെ ഒരു വീടിൻ്റെ ഏരിയ എന്നുള്ളത്. അത് ഓൾറെഡി നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് അതിൽ കുറച്ച് അടുത്ത കാലമായിട്ട് എനിക്കെന്തോ ഞാനൊരു ഒരു വിശ്വാസിയാണോ അതല്ലെങ്കിൽ ഏത്തിസ്റ്റാണോ അതല്ലെങ്കിൽ റാഷണലിസ്റ്റാണോ ഒന്നും എനിക്കറിയാത്തൊരു സിറ്റുവേഷനിലാണ് കേട്ടോ ഇവിടെ ഇപ്പം ജീവിക്കുന്നത്. പക്ഷേ അന്ധവിശ്വാസി അല്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തു തരും, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇതിൽ മറ്റ് മൂന്നിൽ ഏതായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെറ്റുമലൈ മുരുകൻ ടെമ്പിളാണ് നമ്മുടെ ആൻഡമാനിലുള്ള പോർട്ട് ബ്ലെയറിലുള്ള നമ്മുടെ ഗാന്ധി പാർക്കിനടുത്തുള്ളതാണ് കേട്ടോ. അപ്പം വലിയൊരു അമ്പലമാണ്, ഒരു തമിഴ് ടച്ചുള്ളൊരു അമ്പലമാണ്. എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോവാനും എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പം, അല്ലെങ്കിൽ പ്രജി എപ്പോഴും നമ്മുടെ കൂടെ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പോകാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ ഒരു അമ്പലമാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഈ അമ്പലം കാണിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇതിന് ശാമ്പൂട്ടം പറയുന്നത് റെയിൻബോ സ്റ്റെപ്പുള്ള അമ്പലം എന്നാണ്. കാരണം അവിടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിനും ഓരോ കളേഴ്സ് കൊടുക്കുന്നതുകൊണ്ട് കുറേ ലേയേഴ്സായിട്ടല്ലേ നമ്മൾ തട്ടി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ റെയിൻബോ സ്റ്റെപ്പുള്ള അമ്പലം എന്നാണ് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓടിച്ചാടി അതിൽ കൂടെ കയറാനും ഇറങ്ങാനും കൗണ്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ അല്ലാതെ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട് കേട്ടോ, നമുക്കൊരു 5 സ്റ്റെപ്പ് കയറിയാൽ എത്തുന്ന വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവഴി പോകാനാണ് ഇഷ്ടം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലായേ, ഇനി ഈ അമ്പലത്തിൽ വരാൻ പറ്റില്ലല്ലോ. പക്ഷേ സോഫാർ ഇവിടെ നമുക്ക് നല്ലൊരു ജീവിതം തന്നതിന്, അല്ലെങ്കിൽ ഒരു പേടിച്ച് വരച്ചാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരാളെപ്പോലും പരിചയമില്ല, പുതിയ നാട്, നമ്മൾ വിചാരിച്ച ആ വീട്ടിലേക്ക് ഓടി എത്താൻ പറ്റില്ല. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കുകയാണ്, ബാക്കി എല്ലായിടത്തും നമുക്ക് വിചാരിച്ച അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റ് എടുത്തെങ്കിലും പോകാം. ആൻഡമാനിൽ അതും പറ്റില്ല. കാരണം ഫ്ലൈറ്റിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ളൊരു ഏരിയ ആണ്. ഒരു ഡേ ടൈമിൽ മാത്രം ഉച്ചവരെയുള്ള സമയത്തെ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് എവിടെ ആയാലും നമുക്ക് കണ്ണൂരോ എത്തണം, അല്ലെ കേരളത്തിൽ എത്തണമെങ്കിൽ 2 ഫ്ലൈറ്റ് കയറണം. അപ്പം അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പ്രജി നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, പ്രജി ഡ്യൂട്ടി സ്ഥലത്തായിരിക്കും, നമ്മൾ വേറെ തന്നെ ആയിരിക്കും. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കൊറോണ സമയത്ത് ഒറ്റപ്പെട്ടതുപോലെ ഇവിടെ ഒറ്റപ്പെടാൻ പോവുകയാണോ എന്നൊക്കെ പല പേടികളുമുണ്ട്. ആരെങ്കിലും പരിചയക്കാരുണ്ടാവുമോ, ആരെങ്കിലും ഹെൽപ്പിനുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മൾ ഈ ആൻഡമാനിലേക്ക് വരുന്നത്. പക്ഷേ ആൻഡമാനിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ വന്നൊരു അമ്പലം, നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമ്മളായിട്ട് കണ്ടുപിടിച്ച്, വേറെ ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞറിയില്ല, നമ്മളായിട്ട് ഗൂഗിൾ മാപ്പിൽ തപ്പി കണ്ടുപിടിച്ചൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ വന്ന് ഒരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണേ, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ആൻഡമാൻ ലൈഫ് തുടങ്ങിയത്. അതേപോലെ നമുക്ക് ഇത്രയും നാളും നല്ലൊരു ലൈഫ് ഇവിടെ തന്നതുകൊണ്ട് അതേപോലെ പോയിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുന്നത്. സേഫായിട്ട് നമ്മളെ ഇവിടെ ജീവിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സമാധാനമായിട്ടിരുന്നു. കാരണം ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, തൈപ്പൂയത്തിനൊക്കെ ഭയങ്കര തിരക്കുണ്ടാവുള്ളൂ. ഇഷ്ടം പോലൊരു ഏരിയ ഉണ്ട്. പിന്നെ മണ്ഡലകാലത്ത് ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മണ്ഡലകാലത്തിൽ ഇപ്പം നമ്മൾ വരുമ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മണ്ഡലകാലത്ത് ഇവിടെ 18-ാം പടിയൊക്കെ വെച്ചിട്ട് ഒരു മണ്ഡപമൊക്കെ പണിതിട്ട് അവിടെ അയ്യനെ ഇരുത്തിയിട്ടൊക്കെയാണ് ഇവിടുന്ന് എല്ലാവരും മലയ്ക്ക് പോകുന്നത്. പിന്നെ മലയ്ക്കെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ശബരിമലയിലേക്കല്ല ഇവർ പോകുന്നത്, ഇവിടെ തന്നെ ഒരു ശബരിമലയുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കെട്ടുമുറുക്കി ഇവിടുത്തെ തന്നെ ശബരിമലയിലേക്ക് പോകുന്നവരും ഉണ്ട്, ഇല്ല നാട്ടിലെ ശബരിമലയിലേക്ക് പോകുന്നത് ഉണ്ട് കേട്ടോ. അപ്പം അത് എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ, വിചാരിക്കുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ശബരിമല എത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു ശബരിമല ഉണ്ടാക്കിയിട്ട് അതേപോലെ 18-ാം പടിയൊക്കെ ഉള്ള ശബരിമല തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നല്ല അടിപൊളി ഫീലിംഗ് ആണ്. അപ്പം മണ്ഡലകാലത്തിൽ ഇനി ആരെങ്കിലും ഇപ്പോൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മണ്ഡലകാലത്തിൽ അവിടെ പോവുക. ഈ ഒരു സമയത്ത് അവിടെ പോയിട്ട് ആ ഒരു ഫീലിംഗ് ഒന്ന് മനസ്സിലാക്കുക, ഇഷ്ടമുള്ളവർ കേട്ടോ, താല്പര്യമുള്ളവർ മാത്രം. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്, ഡിന്നറെന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ കൊതി ഉണ്ടാവുമല്ലോ. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഈ ഒരു കട കണ്ടുപിടിച്ചത്. നമ്മുടെ രഞ്ജേട്ടനാണ് ഈ കട പരിചയപ്പെടുത്തി തന്നത്. അതിനുശേഷം
ഈ അമ്പലം പോലെ തന്നെ ഈ അമ്പലത്തിൽ പോയാൽ പിന്നെ ഇവിടെ കയറുക എന്നുള്ളതൊരു നിർബന്ധമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫലൂദ പിസ്ത ഫലൂദ ഓർഡർ ചെയ്ത് ഇവർക്ക് 2 പേർക്കും വേണ്ട, ആർക്കും വേണ്ട. അവർക്ക് ഒരാൾക്ക് ബർഗർ വേണം, ഒരാൾക്ക് ചായ വേണം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആരും തുടരുന്നു പറഞ്ഞു. പക്ഷേ അവരെന്ത് ചെയ്തു 3 സ്പൂണൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, വേഗം കൊണ്ടേക്കോ, ഇവർക്കാർക്കും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ഇത് കഴിച്ചാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് പിന്നെ നമ്മൾ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. കഴിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നെപ്പോഴൊരാൾക്ക് നന്നായിട്ടത് കഴിക്കാൻ പറ്റും. പക്ഷേ പിന്നെ ഒരു മീൽ നമ്മളെന്തായാലും സ്കിപ്പ് ആക്കേണ്ടി വരും ഈ ഒരു ഫലൂദ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ശമ്പുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ബർഗർ കഴിക്കുകയാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഫസ്റ്റ് എൻ്റെ ആണ് വരുന്നതെങ്കിൽ ഞാൻ പേ ചെയ്യും. അപ്പോൾ ചായയാണ് പ്രജി ആദ്യം ഓർഡർ ചെയ്ത് കൊടുത്തത്. അപ്പം ചായ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനായിട്ടാണ് ആ ഒരു ഇത് വെച്ചത്. കാരണം ചായയാണ് ആദ്യം വരുന്നതെങ്കിൽ പ്രജി പേ ചെയ്യണം, എൻ്റെ ആണ് ആദ്യം വരുന്നതെങ്കിൽ ഞാൻ പേ ചെയ്യാന്നുള്ള രീതിയിൽ കേട്ടോ. ചായ അവർ ഏറ്റവും ലാസ്റ്റിലാണ് കൊണ്ടു തന്നത്, എന്താണെന്നറിയില്ല. ശരി, എന്നിരുന്നാൽ പോലും അങ്ങനെ ചായ എത്തി. പക്ഷെ എന്നാലും എൻ്റെ ഫലൂദയൊക്കെ എല്ലാവരും കൈയിട്ട് വാരിയായിരുന്നു കേട്ടോ. എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. പക്ഷേ ശമ്പൂട്ടിന് ഐസ്ക്രീം ഇഷ്ടമാണ്. പിസ്ത ഫ്ലേവറും ഇതിനകത്ത് കുറേ നട്ട്സൊക്കെ കാണുമ്പോൾ അവൻ കഴിക്കൂല. അല്ലാണ്ട് വാനില ഫ്ലേവർ ആയിരുന്നെങ്കിൽ അവനത് കൊണ്ടുപോകും, പിന്നെ എനിക്ക് കിട്ടില്ല. അപ്പം അവന് വേണമെങ്കിൽ മേടിക്കാമല്ലോ അല്ലേ, അവൻ മേടിക്കൂല, എൻ്റെ അടിച്ചു മാറ്റും. അതുകൊണ്ട് ഞാൻ അവന് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യൂല. എന്ന് മാത്രമല്ല, എനിക്ക് ഐസ്ക്രീമിൻ്റെ ഫ്ലേവേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫ്ലേവറാണ് പിസ്തയും അതേപോലെ ബ്ലാക്ക് കറണ്ടും. അപ്പം പിന്നെ പ്രജിയുടെ ചായ എത്തി. പ്രജി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ശമ്പൂട്ടൻ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഫലൂദയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും അവിടെ മലയാളികളാണ് കേട്ടോ. ഒരു മലയാളികളുടെ ഒരു സ്റ്റേഷൻ തന്നെയാണ് അവിടെ. ബ്രോസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ കേരള പൊറോട്ട, പാലപ്പം, നൂൽ പൊറോട്ട, ബിരിയാണിയൊക്കെ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വൈകുന്നേരം ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള റുമാലി റൊട്ടിയൊക്കെ ഇല്ലേ, അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരും. നമ്മൾ പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ അതിൻ്റെ മുകളിലിരിക്കുന്ന ചെറിയാണ് കേട്ടോ അവന് കൊടുത്തത്. ചെറിയ ഇതുവഴി കണ്ടാലും ആളെടുത്ത് കഴിക്കും. ഇച്ചിരി ഐസ്ക്രീമൊക്കെ പെരണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും ആൾ കഴിച്ചു. അപ്പോൾ ഇതിനകത്ത് നല്ല റിച്ചായിട്ട് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ തരുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇതേപോലെ ഹാഫ് ഷവായയും അതേപോലെ ഹാഫ് ഷവായ മാത്രം, പ്രജയ്ക്ക് ചിക്കൻ മാത്രം മതി, ചായയും ചിക്കനും മതി എന്നാണ് പറഞ്ഞത്. എന്ത് കോമ്പിനേഷനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ റുമാലി റൊട്ടിയും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് തീരെ കഴിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അത് ഭയങ്കര ഫില്ലിംഗ് ആണ്. നമുക്ക് ആ ഫലൂദ കഴിക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ കൂടെ പിന്നെ വേറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത്രയും ഫില്ലിംഗ് ആയിപ്പോൾ. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് ആയിട്ട്. പ്രജി പ്രോട്ടീൻ മാത്രമേ എടുക്കുകയുള്ളൂ പോലും. ശരി, എന്നിരുന്നാൽ നമ്മൾ എല്ലാം മേടിച്ചു, നമ്മൾ സമാധാനമായിട്ട് കുറച്ച് കഴിച്ചു. പിന്നെ ഇവിടെ വരുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പോൾ എല്ലാവർക്കും അതൊരു നല്ല ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നില്ല, പക്ഷേ എനിക്കതൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഓർഡർ ചെയ്ത് കുറേ സമയം കഴിഞ്ഞ് സാധനം വരുള്ളൂ. അപ്പം നമുക്ക് 1 by 1 ഓർഡർ ചെയ്താൽ കുറേ നേരം അവിടെ സമാധാനത്തിൽ ഇരുന്ന് AC-യിലൊക്കെ ഇരുന്ന് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു ഓർഡർ ചെയ്ത ഒരു സാധനം എങ്ങനെ ഒരു 20-25 മിനിറ്റ് അരമണിക്കൂറൊക്കെ സമയത്തേ വരുള്ളൂ. ഞങ്ങളുടെ എപ്പോഴത്തെ എക്സ്പീരിയൻസ് അതാണ് കേട്ടോ. എന്നിട്ട് അവർ പറയും അയ്യോ ഇങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല, ആദ്യമായിട്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഫസ്റ്റ് രഞ്ജേട്ടൻ്റെ കൂടെ അന്ന് ആദ്യമായിട്ട് നമ്മൾ പോയപ്പോൾ തൊട്ട് ലാസ്റ്റ് ഇപ്പം ഇങ്ങോട്ട് വരുന്നിടം വരെ നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്. നമ്മൾ പറയുന്ന സാധനം പക്ഷേ അത് ഗുണമായിട്ട് തോന്നാൻ കാരണം 2 ഉണ്ട്. ഒന്നാമത് അത്രയും ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ട് തരും. രണ്ടാമത് നമുക്ക് കുറേ സമയം കിട്ടും കഴിക്കാനായിട്ട് അല്ലേ. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ സ്വപ്നേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ ലഞ്ച്. പക്ഷേ അവിടുന്ന് എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവിടെ. കാരണം ലിയോൺ കുട്ടന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിട്ടിരിക്കുന്ന സമയമായിരുന്നുകൊണ്ട് നമ്മൾ അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്ത് ജോലിയാവാൻ പറ്റിയില്ല കേട്ടോ. എന്നിരുന്നാലും കുറച്ചൊരു മെമ്മറി അല്ലേ എന്ന് കരുതി ഒരു 2-3 ക്ലിപ്പ് ഞാൻ എടുത്തു. അപ്പോൾ സ്വപ്നിച്ച് പറയുകയാണ് വെയിറ്റ് കൂടുതലാണ് മോളെ, നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. ശരി, എന്തായാലും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ അന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ എൻ്റെ കുഞ്ഞാവയുടെ അമ്മയാണ് കേട്ടോ സരിത. അപ്പോൾ അവൾ രാജസ്ഥാനി രീതിയിലാണ് കേട്ടോ നമ്മളെ സ്വീകരിച്ചതൊക്കെ, നല്ല ചന്ദനവും പൊട്ടുമൊക്കെ തൊട്ട്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. ഡിന്നർ ഇവിടെ നിന്നാണ് രീതി എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നമ്മൾ ബാക്കി ബൈക്കൊക്കെ കൊടുക്കണമായിരുന്നല്ലോ, ബൈക്കൊക്കെ പാക്കേജസിനൊക്കെ കൊടുത്തിട്ട് വന്ന് നമ്മൾ ജസ്റ്റ് ഉറങ്ങാൻ പോകുന്ന ഒരു അതേ വേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കാരണം ഈ പരിപാടിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് നമുക്ക് കഴിഞ്ഞു എല്ലാം പാക്ക് ചെയ്ത്, ഇനി നമ്മുടെ ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് പോലും ഇല്ല എന്നൊരവസ്ഥയിലായിരുന്നു.
അപ്പോഴത്തേക്ക് എന്നാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കുണ്ട് ഇവിടെ ആകെ വലിയ കുറച്ച് ഗ്രാൻഡായിട്ട് എന്താണ് മാലയൊക്കെ ഇട്ട് അവരുടേതായ രീതിയിൽ ട്രീറ്റൊക്കെ തന്ന് ഭയങ്കര സ്പെഷ്യലായിട്ട് അങ്ങനെ ചെയ്തു. മാത്രമല്ല അവിടെ വേറൊരു ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു, അവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നേ, അവളുടെ തന്നെ ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര മോശം തോന്നി, കാരണം നമ്മൾ വീട്ടിലിടുന്ന കുപ്പായമൊക്കെ ഇട്ട് തന്നിട്ട് ആള് ഭയങ്കര ഗ്രാൻഡായിട്ട് എല്ലാം ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല ദീദി, ഇത് നമ്മുടെ ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ദീപാവലിയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവൾക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റിയ നല്ലൊരമ്മയായിരുന്നു ഞാൻ എന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയൊരു ദിവസമായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞു എന്നുള്ള പോലെ, അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഇവൾ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് അവർ തന്ന ഒരു ഗിഫ്റ്റ് കേട്ടോ. കാരണം അത് ഞാൻ പിന്നെ പറയാം കേട്ടോ, കൊച്ചിയിലെത്തിയിട്ടുള്ള വീഡിയോയിൽ പറയാം. അപ്പം നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇവരുടെ ആയിരുന്നു കേട്ടോ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളും ആ മാല ഒന്ന് ഇരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഞങ്ങളുടെ നിന്ന് മാലയൊക്കെ മേടിച്ച് അവരും പരസ്പരം ഒന്ന് കല്യാണമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ആ ദിവസം കടന്നുപോയി. അടുത്ത ദിവസം ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? അതെ, നമ്മുടെ ട്രാൻസ്ഫർ കൊച്ചിയിലേക്കാണ്. നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ്. ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കാരണം നമ്മളതിനകത്ത് സ്ലിപ്പൊക്കെ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ, പോർട്ട് ബ്ലെയർ ടു കൊച്ചി എന്നുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ഞാനായിട്ടൊന്ന് പറഞ്ഞേക്കാം അല്ലേ. അപ്പം നമ്മൾ കൊച്ചിയിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. ഇനി നമ്മൾ നാട്ടിലായിരിക്കും അടിച്ചു പൊളിക്കുക. പക്ഷേ ഇപ്പം ഞാനിതിങ്ങനെ പറയുന്നുണ്ടല്ലോ, അന്നേരം ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എനിക്ക് അവർ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പോലും വയ്യായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എന്തായാലും എടുക്കണമല്ലോ. നമ്മൾ വിഷമം കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഒരു മെമ്മറി ഇല്ലാണ്ടായി പോകുന്നതായി. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഫേസ് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം സരിത ഇങ്ങനെ കരയാൻ തുടങ്ങുന്നു. അങ്ങനെ ആകെ വിഷമം. ഞാൻ പറയാതെ പോലുമാണ് കേട്ടോ സരിത എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അതാണ് ആ ഒരു നമ്മളുടെ ആവശ്യങ്ങളും കൂടി അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ക്ലാസ്സൊക്കെ ഇട്ടു കേട്ടോ. ഭയങ്കര ബോറാവും നമ്മൾ കരയുന്നൊക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്രശ്നം പറ്റിയത് എന്താ വെച്ചാൽ നമ്മളൊരു 7:30 സമയത്താണ് കാറ് വരാൻ വിളിക്കുന്നുള്ളൂയിരുന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഈ ബയ്യ നേരത്തെ തന്നെ കാറിനെ വിളിച്ചിട്ടോ. നമ്മുടെ ഒരു നല്ലതിന് വേണ്ടി അവർ ചെയ്തതാണ്. പക്ഷേ 7 മണിയായപ്പോഴത്തേക്ക് ഓൾറെഡി വണ്ടി വന്നു. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ പാക്ഡും ആയി. കാരണം നമ്മൾ റെഡി ആവുന്ന സമയത്ത് ഇവരെല്ലാം വണ്ടിയിലെല്ലാം കയറ്റി എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഇനി അവിടെ നിന്ന് തിരിയാൻ കഴിയില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്വപ്നേശിനെ ഒന്നും വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയില്ല. അതൊരു വിഷമം തന്നെയാണ്. അപ്പം ഞങ്ങൾ 7:15 ആയപ്പോഴത്തേക്ക് 7:18 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. കാരണം നമ്മൾ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ വിചാരിച്ചിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ എല്ലാം നല്ലതിന് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പം നമ്മൾ ആദ്യമായിട്ട് വന്ന ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ആ ഒരു ടെൻഷനും എല്ലാം കഴിഞ്ഞ് ഓക്കെ നമ്മുടെ ഐലൻഡ് ലൈഫ് കഴിഞ്ഞു എന്നൊരു ആ ഒരു ഫീലിങ്ങിലാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഓർമ്മയാണ് എനിക്ക് ആൻഡമാൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സ് എല്ലാം പല സ്ഥലങ്ങളിൽ ചേക്കേറി. അപ്പോൾ എനിക്കും എത്തേണ്ട സമയമായല്ലോ. അപ്പം എല്ലാം കൊണ്ടും നല്ലത് തന്നൊരു സ്ഥലം. അതെ, കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഈ ലോകത്തിൻ്റെ എവിടെ ജീവിച്ചാലും നമുക്ക് എല്ലാവർക്കും വിഷമവും സന്തോഷവും ഉണ്ട്. പക്ഷേ ഓർത്തിരിക്കാൻ കുറച്ച് നല്ല കൂട്ടുകാരെയും നല്ല മെമ്മറിയും ഒക്കെ കിട്ടിയ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ വിട്ടയച്ച് പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമാണോ സന്തോഷമാണോ എന്നറിയാത്തൊരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നു. ഇനി നാട്ടിൽ തന്നെ ജീവിക്കാം. കുറച്ചും കൂടി ഡ്യൂട്ടിയൊക്കെ കുറച്ചും കൂടി ഓക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാരെ കാണാം എന്നോർക്കുമ്പോഴും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സ് എല്ലാം പോയല്ലോ എന്നോർക്കുമ്പം നമ്മളാണല്ലോ ഇനി പോകാനുള്ളത് എന്നോർക്കുമ്പോഴും ഒരു സന്തോഷമാണ്. പക്ഷേ ഇനി ഇങ്ങനൊരു ലൈഫ് കാണാൻ പറ്റില്ലല്ലോ, ഒരു നീലക്കടൽ ഇനി കാണാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഫ്ലൈറ്റ് യാത്ര അടിക്കടി നമ്മൾക്ക് ഫ്ലൈറ്റുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റൊക്കെ പോവും. കാരണം നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയുള്ളൂ. ഇനി എന്തായാലും സർവീസ് ഉള്ളിടത്തോളം കാലം മിക്കവാറും ഇനി ട്രെയിൻ യാത്രകളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെന്നൈ എത്തി. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ചെന്നൈ എത്തി. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ വഴിയായിരുന്നു കേട്ടോ കണക്ഷൻ. എപ്പോഴും ചെന്നൈ വന്നിട്ട് പോരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിക്ക് പോകണം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഞങ്ങളുടെ ആൻഡമാൻ ലൈഫ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ബസ്സിൽ പോവില്ലേ, അതാണ് കേട്ടോ അകത്തോടെ തന്നെ. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഓക്കെ ഫീലിംഗ് ആണ്. കാരണം കൊച്ചിയിലേക്കല്ലേ വരുന്നത്. ഓക്കെയാണ്. ഒരു 10% വിഷമവും ഒരു 90% സന്തോഷവും അങ്ങനെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ പിന്നെ പതിവ് പോലെ തന്നെ എനിക്ക് വേറെ സീറ്റും അവർക്ക്, അല്ലാതെ 2 പേർക്ക്, അതായത് എനിക്കും പ്രജിക്കും ഒരുമിച്ച് സീറ്റും ശംഭുവിന് വേറെ സീറ്റുമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവനെ ഒറ്റയ്ക്ക് ഇരുത്താൻ കഴിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ബോയ്സ് എല്ലാവരും ഒരു വഴിക്ക് പോക്കും, ഞാൻ സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പക്ഷേ എനിക്ക് വിൻഡോ സീറ്റ് അല്ലായിരുന്നു. അപ്പോൾ പ്രജി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നായിരുന്നു അവിടുന്ന്. അങ്ങനെ ആ വീഡിയോസും കൂടി ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്തേക്കാം, എന്തായാലും നീലക്കടലല്ലേ കാണാമല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ ഈ ഒരു യാത്ര ഇനി മേ ബി എപ്പോഴാണെന്നറിയില്ല, ഇനി നമുക്ക് ലക്ഷദ്വീപിലൊക്കെ ഒന്ന് പോവണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻഡമാനിലോട് വിട പറയുകയാണ്. ഇനി നമുക്ക് കൊച്ചി വീഡിയോസായിട്ട് കാണാം കേട്ടോ, കൊച്ചി കേരള വീഡിയോസായിട്ടൊക്കെ കാണാം. എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. ടാറ്റാ.